ഒരിക്കൽ ഒരു രാജാവിന് വളരെ സുന്ദരമായ ഒരു കട്ടിലുണ്ടായിരുന്നു. മൃദുവായ പട്ടുവിരിപ്പുകളും രാജകീയ അലങ്കാരങ്ങളുമുള്ള ആ കിടക്ക കാണാൻ അതിമനോഹരമായിരുന്നു. ആ കട്ടിലിൽ പട്ടുവിരിപ്പിനിടയിൽ ഒരു വെള്ള പേൻ താമസിച്ചു. രാജാവ് ഉറങ്ങുമ്പോൾ മാത്രം അവൾ പതുക്കെ രക്തം കുടിച്ചു. അങ്ങനെ അപകടമില്ലാതെ അവൾ സുഖമായി ജീവിച്ചു. ഒരു ദിവസം പല സ്ഥലങ്ങളിലും അലഞ്ഞുതിരിഞ്ഞ ഒരു മൂട്ട ആ കട്ടിലിലെത്തി. അവനെ കണ്ട പേൻ ഭയത്തോടെ പറഞ്ഞു, മൂട്ടെ, വേഗം ഇവിടെ നിന്ന് പോ, ഇവിടെ വലിയ അപകടമാണ്. മൂട്ട പറഞ്ഞു, ഞാൻ പലരുടെയും ചോര കുടിച്ചിട്ടുണ്ട്, പക്ഷേ മധുരമുള്ള ചോര ഇതുവരെ കുടിച്ചിട്ടില്ല. രാജാവിന്റെ ചോര ഒന്ന് സ്വാദു നോക്കാൻ ദയ കാണിക്കൂ. ഞാൻ വളരെ വിശന്നാണ് വന്നത്. പേൻ പറഞ്ഞു, രാജാവ് ഉറങ്ങിക്കഴിഞ്ഞ ശേഷം മാത്രമേ കടിക്കാവൂ. നീ എടുത്തുചാട്ടക്കാരനാണ്, തെറ്റായ സമയത്ത് കടിച്ചാൽ വലിയ അപകടം വരും. മൂട്ട സമ്മതിച്ചു. രാജാവ് മുറിയിലേക്ക് കയറി വന്നു. കിടക്കയിൽ കിടന്നുറങ്ങാൻ തയ്യാറായി. പക്ഷേ മൂട്ടയ്ക്ക് കാത്തിരിക്കാനായില്ല. രാജാവ് ഉറങ്ങും മുമ്പേ അവൻ കടിച്ചു. രാജാവ് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. ഉടൻ തന്നെ രാജാവ് ഭൃത്യരെ വിളിച്ചു. അവർ വിരിപ്പ് പരിശോധിച്ചു. മൂട്ട കട്ടിലിനടിയിൽ ഒളിച്ചു. പേൻ വിരിപ്പിനിടയിൽ കുടുങ്ങി. ഭൃത്യർ പേനെ പിടിച്ചു. വെള്ള പേൻ കൊല്ലപ്പെട്ടു. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് കമന്റ് ചെയ്യൂ. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.